കൊല്ലം 2016 നീറ്റ് എക്സാമിനേഷൻ ആരംഭിച്ച വർഷം. ആദ്യ നീറ്റിൻ്റെ ആദ്യ ബാച്ചിലേക്ക് ആദ്യത്തെ ക്ലാസ് എടുക്കാൻ ഒരു അധ്യാപകൻ കയറി വരുന്നു. അദ്ദേഹത്തെ നിങ്ങളറിയും, GP, നിങ്ങളുടെ സ്വന്തം ഗീതാ പ്രസാദ് സാർ. ഇക്കഥ GP പറഞ്ഞ കഥയാണ്. ക്ലാസ് മുറിയിലേക്ക് കയറി വന്നതും കുഞ്ഞുങ്ങൾക്കിടയിൽ മുതിർന്ന ഒരാളിരിക്കുന്നു. പാരൻസ് ദയവായി പുറത്തു നിൽക്കണമെന്ന് GP അയാളോട് പറഞ്ഞു. ഒന്നും പറയാതെ തലകുനിച്ച് പുറത്തേക്കിറങ്ങി നിന്ന് വരാന്തയിൽ വെച്ച് അയാൾ GPയോട് പറഞ്ഞു, സാർ, ഈ ക്ലാസ് മുറി എനിക്ക് പുതിയതാണ്. ഞാൻ +2 പഠിച്ചിട്ട് 3-4 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പേര് ആശിഷ് തങ്കച്ചൻ. ഞാൻ നന്നായി പഠിച്ചിരുന്നു സാർ. എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിരുന്നു. അന്ന് നീറ്റല്ല, കേരള മെഡിക്കലാണ്. പക്ഷേ എനിക്കതൊന്ന് കിട്ടിയില്ല. പിന്നെ പഠിക്കാൻ പറ്റാത്ത വിധം 100,000 പ്രശ്നങ്ങൾ എൻ്റെ ചുറ്റിലുമുണ്ടായിരുന്നു. എനിക്കെൻ്റെ അമ്മയെയും പെങ്ങന്മാരെയും നോക്കേണ്ടതുണ്ടായിരുന്നു. വലിയൊരു ബാഗും ചുമന്ന് ഹോസ്പിറ്റലുകൾ മുഴുവൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ഞാൻ കയറിയിറങ്ങി. ഞാൻ പണമുണ്ടാക്കി എൻ്റെ കുടുംബത്തെ നേരെ നിർത്തി ചേച്ചിയുടെ കല്യാണം നടത്തി. പക്ഷേ ഞാൻ തൃപ്തനായിരുന്നില്ല സാർ. ഞാൻ അലഞ്ഞ ഹോസ്പിറ്റലുകളും ഞാൻ കാത്തുനിന്ന മുറികൾക്ക് മുമ്പിൽ തൂങ്ങി നിന്ന ഡോക്ടർമാരുടെ ബോർഡുകളും എന്നെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടറാവണം എന്ന മോഹം എന്നെ വിട്ടുപോയതേയില്ല സാർ. 3-4 കൊല്ലങ്ങൾ കടന്നുപോയിരിക്കുന്നു സാർ. എനിക്ക് പ്രായമായി. പക്ഷേ ഞാൻ പാരൻ്റല്ല, ഞാൻ സ്റ്റുഡൻ്റാണ്. എൻ്റെ പേര് ആശിഷ് തങ്കച്ചൻ. 2016 നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോയ ആശിഷ് തങ്കച്ചനെക്കുറിച്ച് GP എന്നോട് എപ്പോഴും പറയും. 2 നീറ്റ് എക്സാമിനേഷൻ നടന്ന കൊല്ലമാണ് 2016. ആദ്യത്തെ പരീക്ഷ എഴുതി ആശിഷിന് കിട്ടിയില്ല. രണ്ടാമത്തത് പോയി എഴുതി, അതും കിട്ടിയില്ല. വാശിയോടെ പഠിച്ചാണ് എയിംസ് പോയി എഴുതിയത്. ഇന്ന് ആശിഷ് തങ്കച്ചൻ എയിംസിൽ പഠിക്കുന്നു, ഹൗസ് സർജൻസി ചെയ്യുന്നു. അയാൾ ഇന്ന് ഡോക്ടർ ആശിഷ് തങ്കച്ചനാണ്. സൈലം ലേണിംഗ് ആപ്പിലെ കുട്ടികൾ ഈ വരുന്ന സെപ്റ്റംബർ 12 നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണെന്ന് ഞാൻ ആശിഷിനോട് പറഞ്ഞു. ഒന്നും നഷ്ടപ്പെടാനില്ലെന്ന് അവരോട് പറയൂ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഞാൻ കാത്തിരിക്കുന്നുവെന്ന് ആശിഷ് എന്നോടും. LK സാർ പറഞ്ഞ സ്റ്റോറിയിൽ ആശിഷ് തങ്കച്ചനാണ് ഞാൻ. സാറ് പറഞ്ഞ എൻ്റെ സ്റ്റോറി എനിക്ക് 4 പോയിന്റിൽ സമ്മറൈസ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുവാണെങ്കിൽ, നമ്മുടെ ലൈഫിലെ ലോവസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ കഴിവും നമ്മുടെ ഷോർട്ട് കമ്മിങ്സ് നമുക്ക് ആ ഒരു ടൈമിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം എൻ്റെ കേസിൽ എൻ്റെ ലോവസ്റ്റ് പോയിന്റ് ആയിരുന്നു +2 കഴിഞ്ഞിട്ടുള്ള ഫേസ്. അപ്പോഴാണ് ഞാൻ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. എൻ്റെ സിറ്റുവേഷൻസ് മാറി, അതനുസരിച്ച് എനിക്ക് മാറേണ്ടി വന്നു. മെഡിസിൻ ഫീൽഡായിട്ട് ഒരു ബന്ധമില്ലാത്ത ഞാൻ മെഡിസിൻ ഫീൽഡിൽ വന്നു. അങ്ങനെ ഗ്രാജുവലി ഒരു മെഡിസിൻ ഫീൽഡിനൊരു ഇഷ്ടം വന്നു തുടങ്ങി, ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഞാൻ മുന്നോട്ട് പോയതും വരുന്ന 3 വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്തതും പഠിച്ചതും. സെക്കൻഡ് പോയിന്റ് പറയുവാണെങ്കിൽ, എനിക്ക് എൻ്റെ കണ്ടംപററീസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. കാരണം അവിടെ റിസോഴ്സസ് വരും, അവിടെ ഫെസിലിറ്റീസ് വരും, എനിക്കിതൊന്നും ഇല്ലായിരുന്നു. ഞാൻ കമ്പീറ്റ് ചെയ്തത് എൻ്റെ പ്രീവിയസ് റാങ്ക് വെച്ചിട്ടായിരുന്നു. ഞാൻ 2012 തൊട്ട് 2016 വരെയുള്ള എക്സാമിൽ ഞാൻ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളൂ. 2015 ഐ വാസ് കോൺഫിഡൻറ്റ് ഇനഫ് ടു ക്വിറ്റ് മൈ ജോബ് ആൻഡ് സ്റ്റാർട്ട് സ്റ്റഡിങ്. തേർഡ് പോയിന്റ് ആണ് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ്. അവിടെയാണ് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ റോൾ വരുന്നത്. അത് സ്കൂൾ ടീച്ചേഴ്സ് ആവാം, കോച്ചിങ്ങിലെ ടീച്ചേഴ്സ് ആവാം. എനിക്കതുപോലെ GP സാർ ആണ് കോച്ചിങ്ങിൽ എന്നെ ഗൈഡ് ചെയ്തിരുന്നത് ഫിസിക്സിൽ. സാറിന് എൻ്റെ സ്ട്രഗിൾസ് അറിയാമായിരുന്നു. സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീം 2016 എക്സാം കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് കീം റദ്ദായി, ഇനി നീറ്റ്. സിറ്റുവേഷൻ ഫുൾ അങ്ങ് മാറി. ഒരു അടുത്ത ലോവസ്റ്റ് പോയിന്റിലോട്ട് ഞാൻ പോകുമായിരുന്നു. ആ സമയത്ത് സാറുമായിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചു. ആ ഒരു 10 മിനിറ്റ് നമ്മൾ സ്റ്റഡീസിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല, ലൈഫിനെ കുറിച്ചാണ് സംസാരിച്ചത്. ആ ഒരു ടൈമാണ് എനിക്ക് കുറച്ചുകൂടെ എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ഇനി പഠിക്കാം, ഇനി മുന്നോട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാം, ഒരു കോൺഫിഡൻസ് കിട്ടിയത്. ഇപ്പം എയിംസ് എഴുതിയാലും നീറ്റ് എഴുതിയാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ആ ഒരു സെൻസ് ഓഫ് മെൻറ്റാലിറ്റി എനിക്ക് വന്ന്, ആ ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നത്, ആ ഒരു കോൺഫിഡൻസിലാണ് എനിക്ക് വീണ്ടും പഠിക്കാൻ പറ്റിയതും വീണ്ടും എനിക്ക് എയിംസ് ക്ലിയർ ആയതും. ഫൈനൽ പോയിന്റ് പറയുവാണെങ്കിൽ, എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റാണ്, ടേക്ക് എ മൊമെന്റ് ആൻഡ് ലുക്ക് ബാക്ക് ഹൗ ഫാർ യു ഹാവ് കം. ഇപ്പം എൻ്റെ ലൈഫിൽ ഇപ്പം +2 കഴിഞ്ഞിട്ടുള്ള ഫേസ് എന്ന് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഫേസ്, അതൊരു ഗ്രാജുവൽ, ഒരു നല്ല ടൈം കൺസ്യൂമിങ് ബട്ട് ഒരു ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഒരു ഫേസ് ആണത്. ഇപ്പോൾ ഞാനത് ഇരിക്കുമ്പം ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് എനിക്കത് കിട്ടുക.
ഒരു പീസ് ഓഫ് മൈൻഡാണ് എനിക്കിപ്പോൾ കിട്ടുന്നത് പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. ഞാൻ പഠിക്കാൻ പോലും പറ്റുമോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന മൈൻഡായിരുന്നു എനിക്ക് പണ്ട്. ഞാൻ MBBS കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇരിക്കുകയാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ചെറിയ ചെറിയ ഗോൾസ് വെക്കുമ്പം നമുക്ക് ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അത് നമ്മൾ അച്ചീവ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു സന്തോഷമാണ് നമ്മളെ അടുത്ത ഗോൾസിലോട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കേസിൽ ഇപ്പം ഇനി അടുത്ത എനിക്ക് വരുന്നത് PG ആണ്. അപ്പം PGക്കുള്ള പ്രിപ്പറേഷന് വേണ്ടി എനിക്ക് ഇതുവരെ ഞാൻ അച്ചീവ് ചെയ്തുള്ള സാറ്റിസ്ഫാക്ഷനാണ് ഇനി മുന്നോട്ടുള്ള എൻ്റെ ലൈഫിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇനി വരുന്ന പിള്ളേർക്കായാലും കോവിഡ് കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, +2 നല്ലപോലെ നല്ല മാർക്കില്ലായിരുന്നു. ബട്ട് അവരൊക്കെ ചിന്തിക്കേണ്ട അതൊരു ലോവസ്റ്റ് പോയിന്റ് ആയിട്ട് അവർ കാണണം. അപ്പം എൻ്റെ ലൈഫ് ഞാൻ നോക്കുവാണെങ്കിൽ ഞാൻ +2 ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. +2 എനിക്ക് 74% മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അങ്ങനെ എനിക്ക് ചെയ്യാമെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം നീറ്റ് ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിലും നമ്മൾ ആ ഒരു പോയിന്റ് ലോവസ്റ്റ് പോയിന്റ് ആയിട്ട് കാണണം. അവിടെ നമ്മൾ ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്യണം. ആ ലോവസ്റ്റ് പോയിന്റിൽ നമ്മൾ ഹയസ്റ്റ് പീക്കിലോട്ട് പോകണം. അതാണ് എൻ്റെ ഒരു മെസ്സേജ്. സോ ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ടു ഓൾ. നല്ലപോലെ എല്ലാവർക്കും പഠിക്കാൻ പറ്റണേ, നല്ലപോലെ എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റട്ടെ. താങ്ക് യു. നന്നായി പഠിക്കണം. എയിംസിൽ ഡോക്ടർ ആശിഷ് തങ്കച്ചൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.